സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ജോലിയായി നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ ഉറക്കമൊന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് സമയം കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. സമയം ഒട്ടും കിട്ടുന്നില്ല. കാരണം രാവിലെ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങും, എണീക്കും, ജിമ്മിൽ പോവും, ജോലിക്ക് പോവും. ഇത് തന്നെയാണ് ഇങ്ങനെ സൈക്കിളായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നോബഡി കേസ് എന്നറിയാമെങ്കിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ യെസ്, ബിഗ് ബോസിന്റെ സീസൺ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സീസൺ മുതലേ കാണുന്ന ഒരാളാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് സീസൺ വന്നപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു, എന്താണ് ഇത്. കാരണം ഞാൻ ഇതിനെ പറ്റിയൊന്നും കേട്ടിട്ടില്ല. പല മലയാളീസും ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ഷോ കാണുന്നത് ബിഗ് ബോസ് തുടങ്ങിയ ശേഷമായിരിക്കും. കാരണം ഇത് ഇന്റർനാഷണൽ ലെവലിലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ചാനലുകളും ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് മലയാളത്തിലാണ് അത് കാണുന്നത് തന്നെ. സോ അന്നും ഇന്നും എൻ്റെ ഫേവറേറ്റ് ഇത് സീസൺ 1 തന്നെയാണ്. അതിലൊരു ഡൗട്ടും ഇല്ല. കാരണം ഒരു ഐഡിയ ഇല്ലാതെ കണ്ടു തുടങ്ങിയതാണ്. അതിലെ കണ്ടസ്റ്റൻസ് ആയാലും ഒരു ഐഡിയ ഇല്ലാതെ വന്ന് കയറിയവരാണ്. സോ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതേപോലെ എനിക്ക് ഒരു നെക്സ്റ്റ് എന്താവും എന്ന് തോന്നുന്ന ഒരു സീസണാണ് സീസൺ 7 എന്ന് പറയുന്നത്. കാരണം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നടക്കുന്നത്. കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം ആഹ് എന്തുവാ, ഫസ്റ്റ് ഡേ തന്നെ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് ഡേ അല്ല, സെക്കൻഡ് ഡേ ആണെന്ന് തോന്നുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഡേ തുടങ്ങുന്ന ദിവസം തൊട്ട് വീഡിയോസ് ഇട്ട് പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സമയം കിട്ടുന്നില്ല. പിന്നെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ മൈൻഡ് ഓക്കെ അല്ലായിരുന്നു. അങ്ങനെ കുറേ ഡേയ്സ് ഇങ്ങനെ പോയി. ഒരുപാട് ഡേയ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഫസ്റ്റ് ഡേയിൽ തന്നെ അനീഷ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ക്യാപ്റ്റനായിരുന്നു. അത് തന്നെ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ആയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അവർ നേരെ അത് നോക്കി വായിക്കാതെ എല്ലാവരും ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒരാളെ തിരഞ്ഞെടുത്തു. അയാൾ തന്നെ അവസാനം ക്യാപ്റ്റനായി. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് എനിക്ക് ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രിപ്പിംഗ് എലമെന്റ്, അല്ലെങ്കിൽ കൊള്ളാം, ഈ സീസൺ കൊള്ളാം എന്ന് പറഞ്ഞ് കാണാൻ തുടങ്ങുന്നത് തന്നെ. അതായത് ഏഴിന്റെ പണി എന്നൊക്കെ പറഞ്ഞ് പ്രൊമോയിൽ ഭയങ്കരമായിട്ട് തള്ളി മറിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള സീസൺ പോലെ വെറുതെ വെറുതെ ശോകമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അല്ല. ലാലേട്ടൻ പോലും, നിങ്ങൾ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടവർക്കറിയാം, ലാലേട്ടൻ പോലും എല്ലാവരും ട്രോളി ഉറക്കുന്നുണ്ട്. ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഉറക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സ്ഥിരമായി കാണുന്നവർക്കറിയാം. കാരണം ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത രീതിയിലാണ് സംസാരം. എല്ലാവരും വന്ന് അനീഷ് എന്ന് പറയുന്ന, സോറി, ഭയങ്കര ജലദോഷമാണ്. അതുകൊണ്ട് ചിലപ്പം സൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വരില്ല. ഞാൻ എനിക്ക് ചെറിയൊരു കഫവുമുണ്ട്. അപ്പോൾ അത് മാറി വരുന്നേ ഉള്ളൂ. അപ്പം പറഞ്ഞു വന്നത്, വീക്കെൻഡ് എപ്പിസോഡിൽ കണ്ടല്ലോ, എല്ലാവരെയും വന്ന് അണ്ണൻ ലാലേട്ടൻ വന്നിട്ട് ട്രോളി അങ്ങ് ഉറക്കിയിട്ടുണ്ട്. ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞത് തന്നെ. അതായത് അപ്പാനിയൊക്കെ എണീറ്റ് നിന്ന് കരയുന്നു. സാറ് അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയുന്നത്, ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പോലും തിരിച്ചു പറയില്ല. അങ്ങനത്തെ റെസ്പോൺസ് ആണ് കിട്ടുന്നത്. ലാലേട്ടൻ തിരിച്ച് ചോദിച്ച മറുപടി അത് ശരിക്കും പറഞ്ഞാൽ സീരിയസ് ആണ്. അങ്ങനത്തെ ഉള്ള ഒരാളെടുത്ത്, അതായത് അനീഷിന്റെ അടുത്ത് എന്തിന് ഗുഡ് മോർണിംഗ് പറയാൻ പോകണം? അയാളിൽ നിന്ന് അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അയാൾ അങ്ങനെ റിപ്ലൈ ചെയ്യും. പിന്നെ എന്തിനാണ് ഗുഡ് മോർണിംഗ് പറയാൻ പോകുന്നത്? അത് കാര്യമായിട്ടുള്ള ചോദ്യമാണ്. കാരണം സീസൺ 6 ചിലപ്പോൾ ലാലേട്ടൻ പാമ്പർ ചെയ്തങ്ങ് വിട്ടത്. സീസൺ 7 ഏഴിന്റെ പണി എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. നല്ല പണി കൊടുത്ത് തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്, അല്ലെങ്കിൽ ഇയാളുടെ പ്ലേ കൊള്ളാം എന്നും ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഞാൻ അതുപോലെ കണ്ട് കണ്ട് ഓരോ എപ്പിസോഡായിട്ട് തീർത്ത് വരുന്നേ ഉള്ളൂ. എന്തായാലും തീർത്തു. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പം ലാസ്റ്റ് ആയിട്ട് ലൈവ് കണ്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതായത് അതായത് ഇന്നലെ മുതൽ എല്ലാവരും പറയുന്നുണ്ട് താൽക്കാലികമായി നിർത്തിവെച്ചു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ലൈവ് കണ്ടപ്പോൾ ആ ലൈവ് നടക്കുന്നുണ്ട്. അതിനകത്ത് കാര്യങ്ങളും ടാസ്കും എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ കണ്ടു തുടങ്ങിയപ്പം ആ പ്രശ്നം തീർന്നു. എന്ത് പ്രശ്നമാണെന്ന് കറക്റ്റ് അറിയില്ല. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മൊത്തം ലൈവ് കാണാൻ നിന്നില്ല. എന്തായാലും ഇപ്പം എന്ന് പറയുമ്പോൾ ഡേറ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, 11-ാം തീയതി ഇത് 5 മണിക്കാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് വൈകിട്ട്. അപ്പോഴും ബിഗ് ബോസ് റണ്ണിങ് ആണ്. ഇതുവരെ ഇത് നിർത്തിയെന്ന് വെച്ചിട്ടില്ല. ഞാൻ ആദ്യം ഹോട്ട്സ്റ്റാറിൽ കയറി അതാണ് നോക്കിയത്. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ലൈവ് കാണാനില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് നിർത്തിയോ എന്നും പറഞ്ഞ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടി. എടുത്ത് നോക്കിയപ്പോൾ കണ്ടസ്റ്റൻസ് എല്ലാം ഉണ്ട്, ലൈവാണ്. അടുത്ത ബിഗ് ബോസ് എന്തോ ടാസ്ക് എന്തോ കൊടുക്കാൻ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റേ RJ ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ അവരുടെ പേരൊന്നും എനിക്ക് ഇപ്പോഴും കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ഒരു RJ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്, ആ പുള്ളിക്കാരിയെ കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ അവസാനമായിട്ട് കണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ പ്ലേ ഒന്നും എനിക്ക് അങ്ങനെ അത്ര ഭയങ്കര അടിപൊളി പ്ലേ ആണ്, ഭയങ്കര കണ്ണിങ് ആണ്, മൈൻഡ് ഗെയിം ആണെന്ന് പറയാൻ പറ്റിയ ഒരു സാഹചര്യമല്ല ഇപ്പോഴും. ഇപ്പം കാണുന്നവർക്കറിയാം അങ്ങനത്തെ ഒരു ലെവലിലോട്ട് എത്തിയിട്ടുമില്ല. പിന്നെ എനിക്ക് ഏറ്റവും ചിരി വന്നതെന്ന് പറഞ്ഞാൽ അക്ബറും അതുപോലെ ശരത് അപ്പാനിയും കൂടെ എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞ് ഭയങ്കര പ്ലാനിങ് ആണ് അണ്ണന്മാർ. ഭയങ്കര പ്ലാനിങ് ആണ്. ഞാൻ ഇപ്പം അവളെ എക്സ്പോസ് ചെയ്ത് തരാം, അവളെ എക്സ്പോസ് ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത്
വട്ടം കൂടി ഇത് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്തോന്ന് എക്സ്പോസ് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അണ്ണന്മാർ രണ്ടും കൂടെ ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ എന്തോ ഗിസേലിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ. എല്ലാവർക്കും അറിയാമായിരിക്കും ഗിസേലിൻ്റെ. ഐ തിങ്ക് ഇറ്റ്സ് ഗിസൈൽ. ഗിസൈൽ, യെസ്. പുള്ളിക്കാരി എല്ലാവരും അറിയാമായിരിക്കും. കാരണം ബിഗ് ബോസ് തുടങ്ങിയ സമയം തൊട്ട് ഇഷ്ടം പോലെ അതിന് ട്രോളുകൾ വരുന്നുണ്ട്. ഇനി മുതൽ ബിഗ് ബോസ് കാണുന്ന കോഴിച്ചങ്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ട്രോൾസ് വരുന്നുണ്ട്. സോ ഗിസേലിനെ അറിയാത്തവർ കുറവായിരിക്കും, ബിഗ് ബോസ് കാണുന്നവർ. ബിഗ് ബോസിന്റെ കാര്യം മാത്രമാണ് ഈ പ്രേക്ഷകർ, ഞാനിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യുന്ന ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരെ മാത്രമാണ്. അല്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ച് പോവാം, ഒരു പ്രശ്നവുമില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് ഗിസേലിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പോയതാണ്. അതായത് ശരത്തപ്പാനിയും അക്ബറും കൂടെ ഗിസേൽ നല്ലപോലെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അതായത് പുള്ളിക്കാരൻ ചെന്നിട്ട് മറ്റേ ബാക്കപ്പിന്റെ കാര്യം എന്തൊക്കെയാണ് പറയുന്നത് അറിയില്ല. ഞാൻ ഇപ്പോൾ എക്സ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞ് ചെന്ന് കയറി കൊടുത്ത് മാത്രം ഓർമ്മയുണ്ട്. അതേപോലെ എടുത്തു പറയുന്നത് ഗിസേൽ ഹിന്ദി ബിഗ് ബോസിലോ എന്തോ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വന്ന സമയത്ത് ഞാൻ എന്തോ ഒരു ഇതുപോലെ കേട്ടിട്ടുണ്ട്. അത് ഉള്ളതായിരിക്കും, ഞാൻ ടി വിയിലാണ് കേട്ടത്. അത് ശരിയാണ്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെതായ അവിടുത്തെ ഇതറിയാലോ, അവിടെ കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ബോൾഡായിട്ടുള്ള ടാസ്കും ആളുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പെരുമാറ്റമായാലും കുറച്ചുകൂടെ കണ്ണിങ്ങും ഒരു വിന്നിങ് മെൻറ്റാലിറ്റി എല്ലാവർക്കും ഉണ്ട്. ഇവിടെ പോലെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്ക് തുറന്ന എന്താ ബിഗ് ബോസിൽ 20 വാഴകൾ ഇത് കണ്ട് മടുത്തു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഏഴിൻ്റെ പണി. പക്ഷേ ബിഗ് ബോസ് നല്ല ടാസ്കുകൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ളവരെന്താണ് കാണിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഡോക്ടറിന്റെ പേര് പറഞ്ഞ് അടി കൂടുന്നു, ചെറിയ കാര്യങ്ങളാണ്. എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ആ അനുമോളൊക്കെ ഡോക്ടറിന്റെ എന്തോ കേസും പറഞ്ഞിട്ട് എന്ത് ബഹളമായിരുന്നു. ഞാൻ മൊത്തം ഡോക്ടറിനെ അല്ല പറഞ്ഞത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ അമ്പോ കരയൂലെന്നും പറഞ്ഞ് വന്നിട്ട് പട്ടി മോങ്ങും പോലെയാണ് മോങ്ങിക്കൊണ്ട് പോയത്. ആ എപ്പിസോഡൊക്കെ കണ്ടവർക്കറിയാം. എനിക്കാണെങ്കിൽ ചിരിച്ച് ഞാൻ മരിച്ച്. ആ കിടന്ന് കരയുന്ന കണ്ടിട്ട് ഞാൻ കരയില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ട്. പക്ഷെ ഒരു ചേഞ്ചും ഇല്ല. വന്ന് നിന്ന് കരച്ചിൽ തന്നെയാണ്. പിന്നെ ഞാൻ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ 4-5 എപ്പിസോഡ് ഒരുമിച്ചായിരിക്കും പറയുന്നത്. കാണാനുള്ള താല്പര്യമുള്ളവർ കണ്ടാൽ മതി, നോ പ്രോബ്ലം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ടൈം പോലെ ഇങ്ങനെ വീഡിയോ ഇട്ട് പോകണമെന്നുണ്ടായിരുന്നു, ടൈം കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാം കൂടെ എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു പോകുന്നു. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, വേണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ച് പോവാം. പിന്നെ നമ്മുടെ രേണു സുധി, പുള്ളിക്കാരിയെ പറ്റി പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പൊന്നു, എനിക്ക് ഫസ്റ്റ് ഡേ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മയും അനിയത്തിയും കൂടെ ബെറ്റ് വെച്ചു. അമ്മ പറയുന്നു രേണു സുധി ഉണ്ടാവും, അനിയത്തി പറയുന്നു രേണു സുധി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അവസാനം രേണു സുധി എത്തി. ബെറ്റെന്തോ 100 രൂപ എന്തോ ആണ്, അനിയത്തിക്ക് എന്തായാലും ലോസാണ്. സോ അന്ന് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഞാനും കരുതിയില്ല. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകൾ കണ്ടായിരുന്നു, രേണു സുധി ഇതിലോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം, പുള്ളിക്കാരിക്ക് ഒരു നല്ലൊരു ലൈഫ് തന്നെ കിട്ടും. കാരണം നല്ലൊരു പേയ്മെൻറ്റിലാണ് പുള്ളിക്കാരി എടുത്തതെന്നൊക്കെയാണ് കുറേ ഇതൊക്കെ വരുന്നത്. അതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണെന്ന് അറിയില്ല. പക്ഷേ ഒരുപാട് ഇത് വരുന്നുണ്ട്, ഡെയിലി ഇത്ര രൂപയ്ക്കാണ് പുള്ളിക്കാരി അവിടെ നിൽക്കുന്നത്. നല്ല കാര്യം, പുള്ളിക്കാരി രക്ഷപ്പെട്ടു പോട്ട്. അറിയാലോ, സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഞാൻ പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല, എല്ലാവരും അതിനകത്ത് വന്ന എല്ലാവരും സ്ട്രഗിൾ ചെയ്താണ് എത്തിയത്. ബട്ട് കൂടുതൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ രേണു സുധീരുടെ കാര്യങ്ങളും ട്രോളുകളും പുള്ളിക്കാരിയുടെ ഹെയ്റ്റും എല്ലാം ആണല്ലോ കാണുന്നത്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ രേണു സുധീരുടെ കാര്യം പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിയുടെ ആ തലവേദന, എൻ്റെ അമ്പോ, ഒരാൾക്ക് തലവേദന എടുത്താൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ പറ്റുമെന്ന് രേണുവിനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്ത് ബഹളമായിരുന്നു അവിടെ. തലവേദന ഇല്ലാത്തവർക്ക് പോലും ആ ബഹളം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് ബഹളമാണ് അതിനകത്ത് കിടന്ന് ഉണ്ടാക്കിയത്. എനിക്ക് തലവേദനയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു വന്നിട്ട് ഒരു ആട്ടം ഉണ്ടായിരുന്നു അവിടെ ചേച്ചി. ഈ ശരിക്കും പറഞ്ഞാൽ ലൈവ് മീൻസ് ആ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്നപ്പം എല്ലാവരും ഇത് തന്നെ എനിക്ക് ആലോചിച്ചത്. ഒരാൾക്ക് തലവേദന വന്നാൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. എനിക്ക് തലവേദനയാണ് എന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരി. സോറി, ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇത് തൊണ്ട വരണ്ടു പോകും. അപ്പം പറഞ്ഞു വന്നത് അനീഷുമായിട്ടുള്ള ഫൈറ്റ്. അത് എൻ്റെ പൊന്നെ, ഒരാൾക്ക് തലവേദന വന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കും. ശരിക്കും അത് ഞാൻ ഇരുന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇങ്ങനെ പറഞ്ഞു പോണ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. എന്തായാലും പരിപാടി നിർത്തിയിട്ടില്ല, ഓൺ ഗോയിങ് ആണ്. ഇപ്പോഴും ഞാൻ ലൈവ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട്, പരിപാടി ഓൺ ഗോയിങ് ആണ്. കാരണം അങ്ങനെയൊന്നും നിർത്തത്തില്ല, അറിയാലോ. എന്തെങ്കിലും ടാസ്കിൻ്റെ രീതിയിൽ അവരെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ നിർത്തിയതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, സമയം കിട്ടാത്തത് കൊണ്ട് ആ ലൈവ് എനിക്ക് മൊത്തം കാണാൻ പറ്റിയില്ല. ആ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഞാൻ വെച്ചപ്പോൾ മറ്റേ സീരിയലിൻ്റെ പേര് മറന്നുവല്ലോ,
രുദ്രൻ എന്ന കഥാപാത്രം അവതരിപ്പിച്ച പുള്ളിക്കാരൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും പേര് പയ്യെ പയ്യെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അത് ആ പുള്ളിക്കാരൻ എണീറ്റ് നിന്ന് എല്ലാ പ്രശ്നവും കുഴപ്പമില്ല, നമുക്ക് ഓൺ ഗോയിങ് പോവാം എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അവിടെ, അതായത് ബിഗ് ബോസിൻ്റെ അടുത്ത്. അപ്പോഴാണ് ആർ ജെ ബെന്നി ഓർ സംതിങ് ആയിക്കൊള്ളു മറന്നുപോയി, പുള്ളിക്കാരിയെ കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചത്. അതുവരെ ഞാൻ കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ശരിക്കും പറഞ്ഞാൽ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയോ ടോപ്പിക് ആലോചിച്ച് വെച്ചതായിരുന്നു, എവിടെയെങ്കിലും കുറിച്ചിടാനുള്ളതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. ഞാൻ വിചാരിച്ച് പറഞ്ഞു പോകുമ്പോൾ ആ ഫ്ലോയിൽ അങ്ങ് കിട്ടുമെന്ന്, പക്ഷെ കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇതിപ്പോൾ ശരിക്കും ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. തേർഡ് ഡേയിൽ ശരിക്കും ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. അന്നന്ന് വീഡിയോ ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. എനിക്കറിയാം, കാണുന്നവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ച് പോവാം, നോ പ്രോബ്ലം. ഞാൻ പിന്നെയും പറയുന്നു, ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബിഗ് ബോസ് ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള റെലവൻറ്റ് സാധനം ബിഗ് ബോസ് ആണ്. എല്ലാവരും വീഡിയോ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യുന്നു, റീച്ച് കിട്ടാൻ വേണ്ടി, വേറെ ഒന്നിനുമല്ല. എങ്ങനെയെങ്കിലും ഈ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കണം, അത് തന്നെയാണ്. എല്ലാ യൂട്യൂബേഴ്സും പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നതായാലും എല്ലാവരും യൂട്യൂബേഴ്സിൻ്റെയും പ്രൈമറി ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഈ സാധനം മോണിറ്റൈസ്ഡ് ആക്കുക, പൈസ വരിക, പൈസ കിട്ടുക, അത് തന്നെയാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. അയ്യോ, പിന്നെ ഒരു കാര്യം മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഓഫ് ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ ആ കാര്യം ആലോചിച്ചത്. അതിൻ്റെ അകത്ത് ചിലരുണ്ട് ഷോർട്ട് ടെമ്പേർഡ് എന്നും പറഞ്ഞ് അതിൻ്റെ അകത്ത് കിടന്ന് കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു കാര്യമില്ലാതെ വഴിയെ പോണ കുറേ വള്ളികൾ പിടിച്ചിട്ട് ദേഷ്യപ്പെടും. ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേഷ്യപ്പെടാൻ ചെല്ലുന്നത്. തന്നെ ആരെ കാണിക്കാനാണെന്ന് അറിയില്ല. എല്ലാവരും പേടിച്ച് നിൽക്കണോ, അയ്യോ അവൻ ഷോർട്ട് ടെമ്പേർഡ് ആണ് കേട്ടോ, അവൻ്റെ അടുത്തൊന്നും പറയരുത് കേട്ടോ, അതിനു വേണ്ടിയാണോ? എന്താണ് ഷോയാണ് അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് അറിയാം അതൊക്കെ എന്തോ ഇങ്ങനെ ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് കറക്റ്റ് മനസ്സിലാവും. ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെയൊന്നും അല്ല കാണിക്കുന്നത്. ഇത് വഴിയെ പോണ എല്ലാം മറ്റേ ഇങ്ങനെ കാണിക്കണം, ഓ ഞാൻ അങ്ങനെ അഗ്രസീവാണ്, എൻ്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റൂല, ഞാൻ അങ്ങനെ നിൽക്കും, ഞാൻ കിടിലമാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് ഒരുത്തം കിടന്ന് പാടുപെടുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് മൈൻഡ് ചെയ്യണമായിരുന്നു. അയ്യോ എനിക്കറിഞ്ഞൂടാ, ഇവിടെ കാണുമ്പോൾ എനിക്ക് ചിരി വരും. ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് അയ്യോ ഞാൻ ഷോർട്ട് ടെമ്പേർഡാണ് അതിങ്ങനെ കാണിക്കണമല്ലോ എന്നും പറഞ്ഞ് ചേട്ടനങ്ങ് കയറി കൊടുക്കും. അത് മാത്രമുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളവരെ വായിരിക്കണം കേട്ടോണ്ട് തിരിച്ചു പോകണം. അയ്യോ. പിന്നെ അതിന് വെച്ച് പറയാൻ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല. ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം തൊട്ട് പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കാം. ഭയങ്കര ഓർമ്മശക്തി ആയതുകൊണ്ട് മറന്നു പോകണം, അതാണ് സത്യം. പിന്നെ അതിനകത്ത് കലാഭവൻ ഷാരിക, ഐ തിങ്ക് കലാഭവൻ ഷാരിക, അതുപോലെ മറ്റേ ആങ്കർ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ആങ്കറും രേണുസുധിയും തമ്മിൽ വഴക്കാവും എന്നാണ് പ്രതീക്ഷിച്ചത് എന്നും. ബട്ട് അവർ തമ്മിൽ അങ്ങനെ കൊമ്പ് ഓർത്ത് കണ്ടിട്ടില്ല. മേ ബി ഇനി ടൈം ഉണ്ടല്ലോ. അതുപോലെ മറ്റേ മുൻഷീല പുള്ളിക്കാരൻ എവിക്റ്റ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് വീക്കിൽ എവിക്ഷൻ വേണ്ടായിരുന്നു. കാരണം എന്താ, ആളുകളൊന്ന് ഓണായി വരുന്നേ ഉള്ളൂ. അതുപോലെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഞാൻ ഫുൾ ടൈം അടുക്കളയിലാണ്. അത് ശരിയാണ്. കാരണം ആദ്യത്തെ വീക്ക് ആയതുകൊണ്ട് 10-20 പേരുണ്ട് അതിനകത്ത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കണം. 20 പേർക്ക് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. അത് ഒരു 5 പേർക്ക് ഉണ്ടാക്കുമ്പോൾ പാട് അറിയാം. അപ്പോഴാണ് ഒരു 20 പേർക്ക് അവിടെ ഫുഡ് ഉണ്ടാക്കി സെർവ് ചെയ്ത്. സോ അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞത് 100% യോജിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പോവാൻ നേരത്ത് ആ പരാതിപ്പെട്ട് കയറുന്നത്, പുള്ളിക്കാരൻ്റെ പരാതി ശരിക്കും പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ നല്ലൊരു മനുഷ്യനായിരുന്നെന്ന് തോന്നുന്നു. മേ ബി ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലായിരിക്കും, ബട്ട് നല്ലൊരു മനുഷ്യനായിരുന്നു. കാരണം പോകാൻ നേരം ആ പരാതി വായിച്ചത് കേട്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒരു പരാതിയും ഇല്ല. ബട്ട് അതിൻ്റെ അകത്ത് അത്രയും പേരുണ്ടായിട്ട് ആരും അങ്ങനെ ഒരു സംഭവം എഴുതിയിട്ടില്ലായിരുന്നു. പുള്ളിക്കാരൻ മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെയും പറയുന്നു, മേ ബി ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലായിരിക്കും, പക്ഷെ നല്ലൊരു മനുഷ്യനാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യത്തെ ആഴ്ച എവിക്ഷൻ വേണ്ടായിരുന്നു എന്നായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഓരോരുത്തരുടെ താല്പര്യമാണ്. അല്ലെങ്കിൽ ഇനി വരാനുണ്ട്, വൈൽഡ് കാർഡ് എൻട്രികൾ വരാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാ സീസൺ പോലെ മറ്റേ ജിമ്മൻ, ട്രാൻസ്ജെൻഡർ അങ്ങനെ ഒരു കാറ്റഗറി, അത് കാരണം ഫസ്റ്റ് സീസൺ പോലെ അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. മേ ബി വൈൽഡ് കാർഡ് എൻട്രിയിലൊക്കെ വരുമായിരിക്കും. അതിൽ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അത് ജിമ്മൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ എല്ലാ സീസണിലും ഉള്ളതാണ്. ഇത് നല്ലൊരു സീസൺ ആകുമെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ കണ്ണിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനെന്ന് തോന്നി. ഇത് കുറേയൊക്കെ ഇപ്പോഴും പറഞ്ഞല്ലോ, ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ എല്ലാവരും എക്സ്പോസ്ഡ് ആയി തുടങ്ങും. കാരണം ഫസ്റ്റ് ചിലപ്പോൾ 2 ആഴ്ചയൊക്കെ
ഭയങ്കരമായിട്ട് അഭിനയിച്ച് നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഒരു മാർക്കിൽ കൊണ്ടുവച്ച് ഔട്ടാക്കാം. അതുകൊണ്ട് എല്ലാവരും ഉറങ്ങാതിരിക്കുന്നുണ്ട്. ഉറക്കമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഉറങ്ങാതിരിക്കുന്നവരും ആളുകൾ അഗ്രസീവായിട്ട് തുടങ്ങും. ആളുകളുടെ സ്വഭാവം തന്നെ മാറും. അതുകൊണ്ട് അഭിനയമൊന്നും അവിടെ നടക്കില്ല. അതുകൊണ്ട് അത് അത് നല്ലൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ. നല്ലൊരു ഐഡിയ ആണ്. ആളുകൾക്ക് എന്താണ് എൻ്റർടൈൻമെൻറ്റ് വേണം. അതിനകത്ത് വഴക്ക് നടക്കണം. അതുകൊണ്ട് നല്ലൊരു ടാസ്ക്കാണ് കൊടുത്തത്. ആളുകൾ ഉറങ്ങാതിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്വഭാവം തന്നെ മാറും. അത് ഒരു ദിവസമൊക്കെ ഉറങ്ങാതിരുന്നാൽ അടുത്ത ദിവസം ജോലിക്കൊക്കെ പോകണവർക്ക് മനസ്സിലാവും. നമ്മൾ എന്ത് ചെയ്താലും അത് ദേഷ്യമായിരിക്കും. കാരണം എനിക്കത് മനസ്സിലാവും. കാരണം ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ്. എന്തെങ്കിലും ഈ ഡേ ടൈമിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഉറങ്ങാതിരുന്നിട്ട് ജോലിക്ക് പോകും. എൻ്റെ അമ്മോ, ഇല്ലാത്ത ദേഷ്യമാണ്. ആരെങ്കിലും വന്ന് ചുമ്മാ സംസാരിച്ചവരെ എനിക്ക് ദേഷ്യം വരും. ഞാൻ അപ്പോൾ ആലോചിക്കും ഈ ഷോ കാണുമ്പോൾ അവരെങ്ങനെ ഉറങ്ങാതിരിക്കുന്നു. ഉറങ്ങിയില്ലെങ്കിൽ മോനെ പിടി വെട്ടുപോകും. നേരെ ചൊവ്വേ ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത്, നമ്മുടെ ബിഹേവിയർ തന്നെ, അതായത് മറ്റൊരു ട്രോളിൽ പറയില്ലേ, സൈക്കിള് തന്നെ തെറ്റിയിരിക്കണം, ആ അവസ്ഥയാണ്. ആ അവസ്ഥയിലൂടെ ഞാൻ പോയിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഇനി ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഞാൻ പറഞ്ഞു ഓരോ ദിവസമായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അതായിരിക്കും നല്ലത്. ഇപ്പം തന്നെ ഒരുപാട് ലെങ്തായെന്ന് തോന്നുന്നു. സോ യെസ്, അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.